നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, SR വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? ഉമ്മറക്കോലായിൽ കാലും നീട്ടിയിരുന്ന മുറുക്കാൻ ചവയ്ക്കുന്ന മുത്തശ്ശിക്ക് ചുറ്റും കഥ കേൾക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ. പഴയകാല ചിന്തകളിൽ എപ്പോഴും ഈ ഓർമ്മകൾ നമ്മെ തേടിയെത്താറുണ്ടല്ലേ? കഥകൾ ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. സിനിമ, കാർട്ടൂൺ, നാടകം അങ്ങനെ ഏത് രൂപത്തിലായാലും മുൻപന്തിയിൽ കഥയ്ക്ക് തന്നെയാണ് പ്രാധാന്യം അല്ലേ? ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ്. എൻ്റെ സ്വന്തം രചനയിൽ ഓലഞ്ഞാലിയും പൂവാലനും. ശോ, ഈ അമ്മ പോയിട്ട് എത്ര നേരമായി, വരുന്നുമില്ലല്ലോ. അമ്മച്ചിപ്ലാവിൻ്റെ പൊത്തിൽ പൂവാലൻ എണ്ണാൻ കുഞ്ഞ് അമ്മ വരുന്നതും കാത്തിരുന്നു. ചിൽച്ചിൽ ചിലച്ചുകൊണ്ട് മരങ്ങളിലൂടെ അമ്മ ചാടി ചാടി പോകുന്നത് അവൻ കണ്ടതാണ്. മരത്തിൽ പരുന്തും പാമ്പുമൊക്കെ വരുമ്പോൾ അമ്മ പറയും, പുറത്തിറങ്ങരുത്, അവർ നിന്നെ പിടിച്ച് തിന്നുകളയും. അപ്പുറത്തെ തെങ്ങിൻ തലപ്പിൽ ഓലഞ്ഞാലി കുരുവി കൂട് കൂട്ടിയിട്ടുണ്ട്. ചകിരിനാര് കൊണ്ടുള്ള നല്ല ഭംഗിയിൽ മെടഞ്ഞ ആ കൂട്ടിലിരുന്ന് കുരുവി കുഞ്ഞുങ്ങൾ ചിലയ്ക്കുന്നത് കേൾക്കാം. കാറ്റിൻ്റെ മൃദുവായ മുളലിനൊപ്പം ചാഞ്ചാടുന്ന കൂട്ടിലിരുന്ന് കുഞ്ഞുങ്ങൾ തല പുറത്തേക്ക് നീട്ടും. ചുള്ളിക്കമ്പുകൾ കൊണ്ടുള്ള കൂട്ടിൽ കാക്കകളും താമസമുണ്ട്. ഒരിക്കൽ കാക്കമ്മ കുഞ്ഞുങ്ങൾക്കായി കൊണ്ടുപോയ ഒരു ബിസ്ക്കറ്റ് കഷ്ണം അബദ്ധത്തിൽ അവൻ്റെ കൂടിൻ്റെ മുന്നിൽ വീണു. പാഞ്ഞെടുത്ത കാക്കമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ 2 ദിവസമാണ് അവൻ കൂട്ടിനുള്ളിൽ തന്നെ ഇരുന്നത്. ഓ, വിശന്നിട്ടും വയ്യ, നീ എന്ത് ചെയ്യും? അവൻ പതുക്കെ പുറത്തു വന്നു. പ്ലാവിൽ കിടന്ന ചക്ക കടിച്ചു നോക്കി. അത് പഴുത്തിട്ടില്ലാത്തതുകൊണ്ട് അവന് തിന്നാനും കഴിഞ്ഞില്ല. പെട്ടെന്നാണ് ഓലഞ്ഞാലി പറന്നു വന്ന് അവൻ്റെ അടുത്തിരുന്നത്. അവൻ ഭയന്ന് വിറച്ചുപോയി. പേടിക്കണ്ടാട്ടോ, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. ഓലഞ്ഞാലി തൻ്റെ മക്കൾക്കായി കൊണ്ടുവന്ന പേരയ്ക്കപ്പഴത്തിൻ്റെ ഒരു കഷ്ണം അവന് കൊടുത്തു. അവൻ ആർത്തിയോടെ തിന്നുന്നത് നോക്കി തൻ്റെ ചിറകുകൾ കൊണ്ട് അവനെ തലോടി അവൾ പറന്നുപോയി. തനിക്കും ചിറകുകളുണ്ടായിരുന്നെങ്കിൽ അനന്തമായ നീലാകാശത്ത് പറന്നുല്ലസിക്കാമായിരുന്നു. അമ്പിളി വെട്ടത്തിൽ താരകൾക്കൊപ്പം ഒഴുകി നടക്കാമായിരുന്നു. അവൻ ഭാവനയിൽ കണ്ട് സന്തോഷിച്ചു. പുറത്ത് മഴ ശക്തമായിക്കൊണ്ടിരുന്നു. കാറ്റിൽ മരങ്ങളെല്ലാം ആടിയുലഞ്ഞു. ചിലത് വീണ് നിലം പൊത്തി. കാക്കമ്മയുടെ വീട് താഴെ വീണ് തകർന്നുപോയി. ആറുകളൊക്കെ കര കവിഞ്ഞൊഴുകി. മനുഷ്യരെല്ലാം സുരക്ഷിത സ്ഥലത്തേക്ക് താമസം മാറി. ശക്തമായ കാറ്റിൽ ഓലഞ്ഞാലിയുടെ കൂട് പറന്നു വന്ന് അമ്മച്ചിപ്ലാവിൻ്റെ കൊമ്പിലുടക്കി നിന്നു. കലിതുള്ളിയ കാലവർഷത്തിൽ ഒരു യുദ്ധം കഴിഞ്ഞെന്നതുപോലെ പ്രകൃതി ശാന്തിയായി. അവൻ ഭയന്ന് വിറച്ചിരിക്കുമ്പോഴാണ് കുരുവി കുഞ്ഞുങ്ങളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടത്. സന്തോഷത്തിലും സങ്കടത്തിലും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അവൻ ഓടിച്ചെന്ന് 4 കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ടുവന്ന് തൻ്റെ കൂട്ടിൽ വെച്ചു. അമ്മ കുരുവി തീറ്റ തേടി പോയതായിരിക്കും. കാറ്റും മഴയുമൊക്കെ ശമിച്ചപ്പോൾ ഓലഞ്ഞാലി തൻ്റെ കൂടിരുന്നിടത്ത് വന്ന് കരഞ്ഞ് ശബ്ദമുണ്ടാക്കി വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. തൻ്റെ മക്കൾ പൂവാലിനൊപ്പം സുരക്ഷിതമായിരിക്കുന്നത് കണ്ട് അവൾ വളരെയധികം സന്തോഷിച്ചു. അവർക്കായി കൊണ്ടുവന്ന മാമ്പഴത്തിൻ്റെ ഒരു കഷ്ണം അവന് കൊടുക്കുകയും ചെയ്തു. അവൻ്റെ അമ്മയെ കാണാതായതും ഓലഞ്ഞാലി അവന് വളർത്തമ്മയായതുമൊന്നും അവൻ അറിഞ്ഞില്ല. അവൻ കുഞ്ഞല്ലേ. ആ കുഞ്ഞുങ്ങൾക്കൊപ്പം അവനും വളർന്നു. മരങ്ങൾ തോറും ചാടി ചാടി നടന്ന് തീറ്റ തേടാറാവുന്നത് വരെ.